ചരിത്ര പ്രസിദ്ധമായ എരുമേലി പേട്ടതുള്ളൽ ഇന്ന് വർണ്ണവൈവിധ്യങ്ങളുമായി അമ്പലപ്പുഴ സംഘവും മേളപ്പെരുമയിൽ ആലങ്ങാട്ട് സംഘവും പേട്ടതുള്ളും. അയ്യപ്പന്റെ മാതൃസ്ഥാനീയരെന്ന് വിശ്വസിക്കുന്ന അമ്പലപ്പുഴ സംഘമാണ് ആദ്യം പേട്ടതുള്ളുന്നത്. ഉച്ചയ്ക്ക് മുൻപ് ആകാശത്ത് കൃഷ്ണപ്പരുന്ത് വട്ടമിട്ട് പറക്കുന്നതോടെ അമ്പലപ്പുഴ സംഘത്തിന്റെ പേട്ടതുള്ളൽ തുടങ്ങും. വൈകിട്ട് മാനത്ത് തെളിയുന്ന നക്ഷത്രം സാക്ഷിയാക്കിയായിരിക്കും പിതൃസ്ഥാനീയരായ ആലങ്ങാട് സംഘത്തിന്റെ പേട്ടതുള്ളൽ. രണ്ട് സംഘങ്ങൾക്കും എരുമേലി ധർമ്മശാസ്താ ക്ഷേത്രത്തിൽ സ്വീകരണം നൽകും. രാവിലെ 7 മണി മുതൽ രാത്രി 9 മണി വരെ എരുമേലിയിൽ ഗതാഗത നിയന്ത്രണവും ഉണ്ടാകും. മുഹമ്മദ് ആഷിഖ് വിവരങ്ങൾ നൽകും. ആഷിഖ്, ഇന്നിപ്പോൾ ചരിത്ര പ്രസിദ്ധമായ പേട്ടതുള്ളൽ നടക്കാനിരിക്കുകയാണ്. എത്രത്തോളം ഒരുക്കങ്ങൾ സജീവമായി എപ്പോഴാണ് തുടങ്ങുക? തീർച്ചയായും എല്ലാ ഒരുക്കങ്ങളും ആരംഭിച്ചിരിക്കുന്നു. ജൽസി, നമുക്ക് വളരെ അസാധാരണമായ ഒരു അനുഭവം എന്ന് തന്നെ പറയാം. കേരളത്തിന്റെ മുമ്പിൽ, ലോകത്തിന് മുമ്പിൽ കേരളത്തിന്റെ യശസ്വി പ്രക്രിയ, പ്രത്യേകിച്ച് മതസൗഹാർദ്ദത്തിന്റെ വലിയ സന്ദേശം ഉയർത്തിക്കൊണ്ടുള്ള എരുമേലി പേട്ടതുള്ളലിനുള്ള ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായിരിക്കുന്നു എന്നുള്ളതാണ്. എരുമേലിയിലെ വാവർ ജുമാ മസ്ജിദിലേക്ക് തീർത്ഥാടകരുടെ വലിയ ഒഴുക്ക് ഇപ്പോൾ തന്നെയും അനുഭവിച്ച് കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. സംസ്ഥാനത്തിന്റെ, രാജ്യത്തിന്റെ, ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് എത്തിയിരിക്കുന്ന തീർത്ഥാടകർ, ശബരിമലയിൽ അയ്യപ്പനെ കാണുവാൻ വേണ്ടി എത്തുന്ന തീർത്ഥാടകർ, അവർ ഇവിടെ ഒരു മുസ്ലിം ആരാധനാ കേന്ദ്രത്തിൽ കൂടി എത്തി അവരുടെ ബഹുമാനങ്ങൾ അർപ്പിച്ചുകൊണ്ട് മടങ്ങിപ്പോകുന്നു എന്നുള്ളതാണ്. ആ ചരിത്രപരമോ ഐതിഹ്യപരവുമായ വലിയ പ്രസക്തിയുള്ള ഈ ആചാരത്തിനുള്ള ഒരു തുടക്കം ഇവിടെ തുടക്കത്തിലേക്ക് കാര്യങ്ങൾ കടന്നിരിക്കുന്നു എന്ന് നമുക്ക് പറയാം. വലിയ ക്രമീകരണങ്ങൾ മറ്റും പോലീസ് സംവിധാനങ്ങളുമൊക്കെയും ഒരുക്കിയിട്ടുണ്ട് എന്നാണ് നമ്മൾ ജിൽസി നേരത്തെ ചൂണ്ടിക്കാണിച്ചതുപോലെ. ആകാശത്ത് കൃഷ്ണപ്പരുന്ത് പറക്കുന്നതോടുകൂടി പേട്ടതുള്ളലിന്റെ ഔദ്യോഗികമായ തുടക്കം എന്ന് പറയാൻ കഴിയും. അമ്പലപ്പുഴ സംഘമായിരിക്കും ആദ്യ ഘട്ട പേട്ടതുള്ളൽ സംഘടിപ്പിക്കുക എന്നുള്ളതാണ്. അയ്യപ്പന്റെ മാതൃസ്ഥാനീയർ എന്നാണ് അമ്പലപ്പുഴ സംഘത്തെക്കുറിച്ച് പറയുന്നത്. അവർ തൊട്ടടുത്തുള്ള കൊച്ചമ്പലത്തിൽ നിന്ന് സംഘമായി ചേർന്ന് ബാവുരവള്ളിയെ വലം വെച്ച് മറുവശത്തുള്ള വലിയമ്പലത്തിലേക്ക് പേട്ടതുള്ളി പോകുന്ന വലിയ മനോഹരമായ ദൃശ്യങ്ങളായിരിക്കും വരും മണിക്കൂറിൽ നമ്മൾ ആദ്യം കാണുക എന്ന് പറയാൻ കഴിയും. പ്രത്യേകിച്ച് ഒരു നാടിന്റെ തന്നെ ഐക്യത്തിന്റെ സന്ദേശം എന്ന് ഇതിന്റെ ഐതിഹ്യമായി തന്നെയും നമ്മൾ പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. മഹിഷി വധത്തിന്റെ ഓർമ്മ പുതുക്കുന്നതാണ് ഈ പേട്ടതുള്ളൽ. അയ്യപ്പൻ മഹിഷി എന്ന ഭീകര സ്വത്വത്തെ വധിച്ചതിന്റെ ഓർമ്മ പുതുക്കലാണ്. അന്ന് അയ്യപ്പനെ അതിന് സഹായിച്ച ഈ നാട്ടുകാർ അടങ്ങുന്ന സൈന്യത്തിന്റെ ഒരു ആഘോഷം എന്ന നിലയിലാണ് ഈ ഘട്ടത്തിൽ, ഈ വർഷങ്ങൾക്കിപ്പുറവും ഈ പേട്ടതുള്ളൽ സംഘടിപ്പിക്കുന്നത്. അന്ന് വിവിധ സമുദായക്കാരായ ആളുകൾ ഒരുമിച്ച് ചേർന്ന് നിന്നുകൊണ്ടായിരുന്നു ആ യുദ്ധം അയ്യപ്പനെ ജയിക്കാൻ കഴിഞ്ഞത്. ആ മതസൗഹാർദ്ദത്തിന്റെ, സാമൂഹ്യ ഐക്യത്തിന്റെയൊക്കെ പ്രതീകമായി കൊണ്ടാണ് ഈ പേട്ടതുള്ളൽ നടത്തുന്നത്. ഏതായാലും രണ്ടാമത് ഉച്ചയ്ക്ക് ശേഷമായിരിക്കും ആലങ്കോട് സംഘത്തിന്റെ പേട്ടതുള്ളൽ ഉണ്ടാവുക എന്നാണ്. ആലങ്കോട് സംഘത്തെ അയ്യപ്പന്റെ പിതൃസ്ഥാനീയർ എന്നാണ് കണക്കാക്കപ്പെടുന്നത്. അവരും സമാനമായ രീതിയിൽ തന്നെ പേട്ടതുള്ളി എത്തുകയും വാവർ ജുമാ മസ്ജിദിനെ വലം വെച്ചതിന് ശേഷം തൊട്ടടുത്തുള്ള വലിയ അമ്പലത്തിലേക്ക് മടങ്ങുകയും ചെയ്യും. ആലങ്കോട് സംഘം വാവർ ജുമാ മസ്ജിദിനെ വലം വെക്കുകയില്ല. അതിനും ഒരു ഐതിഹ്യപരമായ കാരണമുണ്ട്. കാരണം ആദ്യം വന്ന് വലം വെച്ച് പോകുന്ന അമ്പലപ്പുഴ സംഘത്തിനൊപ്പം വാവർ യുദ്ധത്തിന് പുറപ്പെട്ടു പോയി എന്നാണ് വിശ്വാസം. അതുകൊണ്ട് ആലങ്ങാട് സംഘം ഈ വാവർ ജുമാ മസ്ജിദിനെ വലം വെക്കാതെയായിരിക്കും പേട്ടതുള്ളി മടങ്ങിപ്പോവുക. ഏതായാലും മലയാളി സമൂഹത്തെ ആകെ വലിയ തോതിൽ സ്വാധീനിച്ച ആ ഐതിഹ്യം ഇന്ന് നമ്മുടെ വർത്തമാനകാലത്ത് നമ്മുടെ കൺമുമ്പിൽ പ്രവർത്തിക്കുകയാണ്. വലിയ ജനലക്ഷങ്ങൾ വരുന്ന തീർത്ഥാടകർ ഇവിടെ തടിച്ചുകൂടുകയും ഈ മതസൗഹാർദ്ദത്തെ, സാമുദായിക ഐക്യത്തെയൊക്കെയും കൊണ്ടാടുകയും ചെയ്യുന്നു എന്നുള്ളത് പ്രത്യേകിച്ച് വർത്തമാനകാലത്ത് വലിയ പ്രസക്തിയുണ്ട്. മലയാളികളും മറ്റ് സംസ്ഥാനത്തു നിന്നുള്ളവരും വിദേശികളുമായിട്ടുള്ള നിരവധി തീർത്ഥാടകർ നമുക്കിവിടെ കാണാൻ. അങ്ങനെ നിരവധി ആളുകൾ, മലയാളികൾ മാത്രമല്ല പുറത്തുനിന്നുള്ള ആളുകൾ കൂടി പങ്കെടുക്കുന്നുണ്ട്. ഗതാഗത നിയന്ത്രണവും ഏർപ്പെടുത്തിയിട്ടുണ്ട്. തുടങ്ങിയ വിവരങ്ങളാണ് മുഹമ്മദ് ആഷിഖ് നൽകിയത്.